ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മുറിയിൽ ഒരു കൊലപാതകം നടന്നിരിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഒരു കൊലപാതകം നടന്നു. ഇവിടെ ചോരപ്പാടുകൾ കാണും. There is something called a scene of crime. ഒരു സീൻ ഓഫ് ക്രൈം എന്നുള്ള സാധനമുണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഹാസർ എഴുതും സീൻ ഓഫ് ക്രൈമിന്. അവിടുന്ന് ഞങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യും. അത് ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം വേഗമായിട്ടൊരു ഓർമ്മ കാണും. അന്ന് ഞങ്ങൾ എല്ലാവരോടും പോയപ്പോൾ റെസിഡൻസി ടവറിലെ ഹാളിനകത്ത് ഒരു കൊലപാതകം നടന്നിരുന്നു. പിന്നെ ഒരു ശ്രീജിത് APS ആണ് കൊന്നിരിക്കണം പറയും, നല്ലൊരു മനുഷ്യനായിരുന്നു, എങ്ങനെ തെളിഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. സൈബർ ക്രൈമിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീൻ ഓഫ് ക്രൈം ഇല്ല. ഞാൻ ഉദാഹരണം പറയാം. ഓക്സ്ഫോർഡ് ലൈബ്രറിയിൽ നിന്ന് ഞാൻ കുറെ ബുക്സ് ഡൗൺലോഡ് ചെയ്യാണ് അൺഓത്തറൈസ്ഡ് ആയിട്ട്. ഐ എം സപ്പോസ് ടു മേക്ക് എ പേയ്മെന്റ്. ഞാനത് ചെയ്യുന്നില്ല. ചെയ്യാതെ എന്താ പറയുക, ഈ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എന്തെങ്കിലും വേറെ ആരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ട് ഞാൻ ഈ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തു. ഇവിടെ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നോ, എന്റെ പോലീസുകാർ വന്ന് ആദ്യം ചോദിക്കുക, കൺവെൻഷണൽ ക്രൈം അന്വേഷിക്കുന്ന പോലീസുകാരൻ ചോദിക്കുക, സീൻ ഓഫ് ക്രൈം എവിടെയാണെന്നാണ്. ഓക്സ്ഫോർഡ് ലൈബ്രറി ആണോ, റെസിഡൻസി ടവർ ആണോ, അതോ ഇതിനിടയിൽ നടക്കുന്ന ഏതെങ്കിലും സെർവർ ആണോ, അതോ ഈ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ ആണോ, എവിടെയാണ് സീൻ ഓഫ് ക്രൈം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് മാസം എഴുതാൻ പറ്റുന്നില്ല. ഞങ്ങൾ ക്ഷീണിച്ചു. രണ്ടാമത്തെ കാര്യം, ടൈം ഓഫ് ഒക്കറൻസ്. ഏത് സമയത്താണ് ഇത് നടന്നത്? അവിടുത്തെ സമയമാണോ അത് ഇവിടുത്തെ സമയമാണോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇതിന്റെ ട്രെയില് ഓപ്പൺ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ മർഡറില് ഒരു 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് സ്റ്റേറ്റ്സ് കാണില്ല, ബ്ലഡ് കാണില്ല, ബോഡി കാണില്ല, ആളെ കാണില്ല, നമ്മൾ ഓർമ്മ ക്ഷയിക്കും, പലതും സംഭവിക്കും. പക്ഷെ സൈബർ ട്രെയിൽ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് അവർ ചെയ്ത വഴിയെ നമുക്ക് കണ്ടുപിടിച്ച് തിരിച്ചു പോകാൻ സാധിച്ചാൽ അതിന് നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അഡ്വാൻറ്റേജ്. പക്ഷെ അതിന് ഇപ്പോഴും വേണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പറ്റിക്കപ്പെടുന്ന മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മലയാളികളുടെ ഒരു പ്രത്യേകത, ഇന്ന് രാവിലെ എന്നെ ആരാണ് പറ്റിക്കുന്നത് സാറേ എന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്തോടുന്നത്. എന്നെ പറ്റിക്കപ്പെടാൻ റെഡിയാണ്. ആരാണ് എന്നെ പറ്റിക്കുന്നത്? അപ്പം ഈ പറ്റിക്കപ്പെടുന്ന വ്യക്തിക്ക് ആര് പറ്റിച്ചാലും വിരോധമില്ല. പറ്റിക്കുന്ന ആൾ ആരാണെന്ന് ഞങ്ങൾ തീരുമാനിക്കണം. അപ്പൊ ഇത് ഞങ്ങളിപ്പോ നിവൃത്തിയില്ലാതെ വന്ന് EOW എന്ന് പറഞ്ഞൊരു സിസ്റ്റം, ഒരു വിങ്ങും EOW ഇന്നലെ നോക്കിയപ്പോൾ ഒരു ഫേം പറ്റി